ഉണ്ട് ഞങ്ങൾക്ക് റേഷൻ കാർഡില്ലേ, അതിനകത്ത് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. നിങ്ങളുടെ വീട്ടിലെ എല്ലാ ചേട്ടൻ എഞ്ചിനീയറാണ്. ചേട്ടാപ്പി എഞ്ചിനീയറാണ്, വിജിൽ എഞ്ചിനീയർ ആയിരുന്നു. അതിന്റെ വില 35,000 രൂപ. ഇടുമ്പോ മിനിമം അത്രയൊക്കെ ഇടണ്ടേ. എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേണു പറയുന്നില്ല, രേണു വന്നിറങ്ങി തുടങ്ങി. ഇനി നമുക്ക് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റ ആണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ആണെങ്കിലും ഒന്നിനോട്ട് നമുക്ക് കയറാൻ മേലാത്ത പോലെ വീഡിയോസുകൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരി ഇത്രയും നാൾ അവിടെ ആയിരുന്ന സമയത്ത് നമുക്ക് വലിയ തലവേദനകളില്ലായിരുന്നു. ഇതുപോലെ നമുക്ക് തുടങ്ങാം. എനിക്കറിയാൻ മേല ഭയങ്കര തൊലിക്കെട്ടിയാണ് കേട്ടോ ഇവർക്ക്. ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഇത്രയെല്ലാം ആൾക്കാർ അപമാനിക്കുന്നു, എന്നിട്ടും ഇവർക്ക് യാതൊരു വിഷയവുമില്ല. ഇവരുടെ കോലം കെട്ടലുമായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കണം. അപ്പോൾ അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പൊക്കോളുക. ഇനി അതല്ല നിങ്ങൾക്ക് ഇതിനകത്ത് എന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞേച്ച് പൊക്കോളുക. കമൻറ്റ് ഇടാൻ നിൽക്കണമെന്നില്ല. നിങ്ങൾ വെറുതെ കൈ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. കാര്യം നിങ്ങൾ ഇച്ചിരി പാടുപെട്ടാണ് കമൻറ്റുകൾ ഇടുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. എല്ലാം ഫേക്ക് ഐഡിയാന്ന് അറിയാം വരുന്നത് മൊത്തം. അതുപോലെ അപൂർവമുള്ളൂ ചിലരങ്ങനെ, പക്ഷേ കൂടുതൽ അങ്ങനെ വെറുതെ എന്നത്തുള്ളവരായിരിക്കുന്നു. വെറുതെ കേൾക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ചീത്തകൾ കേൾക്കണ്ടല്ലോ എന്നോർത്ത് പറയുന്ന. അല്ലാതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കമൻറ്റ് ഇട്ടാൽ അതിനുള്ള മറുപടി തരാനായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവർ തരുന്ന മറുപടി നിങ്ങൾ ചിലപ്പോൾ താങ്ങിയെന്ന് വരികയില്ല. അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ രേണു വന്നിറങ്ങി ഭയങ്കര സെറ്റായിട്ട് ഞാനേ ചിരിക്കാതിരിക്കുന്ന, ഞാൻ ചിരിക്കില്ലെന്ന് ഓർക്കും കേട്ടോ. ഇവരുടെ വീഡിയോ ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരുടെ വീഡിയോ കണ്ടന്റിനേക്കാൾ കൂടുതൽ ഒരു കോമഡി, ഇത് കാണുന്ന ഒരു ഫീലാണ് വരുന്നിട്ട്. ഒരു കോമഡി ഇത് കാണുന്നതായിട്ടാണ് എനിക്ക് വരുന്നത്. അല്ലാതെ എനിക്കിതൊരു കണ്ടന്റായിട്ട് തോന്നാറേ ഇല്ല. കാര്യം എന്നത് ചിരിക്കാൻ കുറേ ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഈ വീഡിയോ ഇതിനകത്ത് എടുക്കാനുള്ളതൊക്കെ എടുക്കുമ്പോഴും ഒക്കെ ഒരുപാട് ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ചിരിച്ചാൽ ഐസ് കൂടുമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ രേണുവിനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകട്ടെ എനിക്ക്. അപ്പം രേണു നടന്ന് വരുന്ന കണ്ടാൽ ഈ ഒട്ടകപ്പക്ഷിയൊക്കെ വരത്തില്ലേ, അതുപോലെയാണ് എനിക്ക് തോന്നുട്ടോ. ഒട്ടകപ്പക്ഷിയൊക്കെ വരുന്നത് തോന്നുന്നു. ഇപ്പോൾ പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്. പക്ഷേ അത് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരി മൊത്തം കിടന്നങ്ങ് വിലസുന്നത്. അപ്പോൾ രേണു വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പുകഴ്ത്താൻ കുറേ ക്യാമറമാരുണ്ട്. ഇതുപോലെ കുറേ ഊളകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു സ്ത്രീയുടെ സൗണ്ടും അതിനകത്ത് കേൾക്കുന്നുണ്ട്. ഒരു സ്ത്രീയുണ്ട്. പുള്ളിക്കാരി പഠിച്ച് വരുന്നതേ വന്നു. ചോദിക്കുന്നതൊക്കെ എവിടെയൊക്കെ ഒരു പിടുത്തം പോലെ വരുന്നുണ്ട് ചോദിക്കുന്നത്. ബാക്കിയുള്ളവന്മാർക്കൊക്കെ ഇതൊരു ശീലമായതുകൊണ്ട് അവന്മാർ നല്ല ഇതായിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം ചിലപ്പോൾ രേണുവിന് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. രേണുവിന് സാധാരണ സ്ത്രീകളെ ഇഷ്ടപ്പെടാറില്ല, പുരുഷന്മാരെ മാത്രമേ രേണുവിന് ഇഷ്ടമാകത്തുള്ളൂ. അവർ ചോദിക്കുമ്പോൾ രേണു അത്ര വലിയ സന്തോഷത്തിലല്ല അവർ ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുന്നത്. ബാക്കിയുള്ള ചേട്ടന്മാരെല്ലാം ചേച്ചിയുടെ മാമൻ്റെ മക്കളായതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. എന്നെയാണ് രേണു വന്ന് ഇറങ്ങി ഈ പറഞ്ഞ് കഴിഞ്ഞൊരു ചിരിയുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരാ പറയുന്നതിൻ്റെ മുഴുവൻ വൃത്തിയുടെ ചിരി പോവും. ആ കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവരാ പറയുന്നതിൻ്റെ മുഴുവൻ വൃത്തിയോടും ചിരി പോകുന്നില്ല, ആ പറഞ്ഞു വരുന്നതിൻ്റെ മൊത്തവും കൂടെ ആ ചിരിയിലാണ് വൃത്തിയോട് വരുന്നത്. എന്നെയാണ് നമുക്ക് കേൾക്കാം. രേണു സുന്ദരിയായെന്നും പറഞ്ഞ് വരുന്നതിനൊക്കെ പോയവന്മാരൊക്കെ കണ്ണ് മുഖത്ത് തന്നെയല്ലേ ഇരിക്കുന്നത്. ഞാനൊരു മനുഷ്യനെ അവഗണിക്കല്ലോ കേട്ടോ. നമ്മുടെ ഏജിനെ എപ്പോഴും നമ്മൾ ഒന്ന് ബഹുമാനിക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഏജിന് അതിനൊരു ഇതുണ്ട്. അതിന് കുറേ പൊട്ടിയിട്ടുകൊണ്ട് വന്നു വെച്ചാൽ ഇങ്ങനെ അവരെ അങ്ങ് സത്യം പറഞ്ഞാൽ ഈ പാവം എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട് രേണു. അത് കേട്ടോണ്ട് എങ്ങനെ ചീത്ത വിളിക്കാൻ വരേണ്ട. അവൾ പാവമൊന്നുമല്ല, അവർ പാവമല്ലെന്ന് എനിക്കറിയാം. വേറൊന്നും കൊണ്ടല്ല, ഒരു വിട്ടിയാണല്ലോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവന്മാരെ പുകഴത്തിലൊക്കെ ഒരു കളിയാക്കാണ് മുഴുവനും. നിങ്ങളിത് പല വീഡിയോയിലും ഞാൻ കേൾപ്പിക്കാം. ഈ രേണുവിനോട് ഓരോന്നും ചോദിക്കുമ്പോൾ ഇവന്മാരെ ക്യാമറയിലൂടെ പറയുന്നത് നമുക്ക് കേൾക്കാം, ആ ചിരിക്കുന്നതും കേൾക്കാം. എന്നെയാലും വന്ന് ഇറങ്ങി നമുക്കൊന്ന് കാണാം. ചിരി കേട്ടോ എന്നും പറഞ്ഞൊരു ചിരിയാണ് അവസാനം. ആ കയ്യിലേക്ക് തുണിയുണ്ടോ, അത് മുഖം തുടയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന് അത് വീട്ടിൽ എനിക്ക് വന്നത് കഴുകാനും കണ്ടിട്ടോ തുണിയാന്ന് തോന്നുന്നു. ആരുടെയോ സാരിയോ അല്ലെങ്കിൽ എന്നതോ പന്ന ഷീറ്റ് എടുത്ത് അത് വലിച്ചെടുത്തോണ്ട് നിൽക്കുന്നത്. അതോ എത്രയാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ചില മനുഷ്യർക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു സാധനം കാണില്ല. കാര്യം അവർക്കൊരു ചെറിയ ടവല് കൊണ്ടു നടക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാൻ പറ്റില്ല. ഈ എടുത്ത പൊങ്ങാത്ത തുണി കണ്ട് അതന്നെ എത്ര ഇത് വന്നാലും അല്ലെങ്കിൽ അവർക്ക് സ്റ്റാൻഡേർഡൊന്നും ഇല്ല നമ്മൾ. അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാര്യം ഇതിനകത്ത് ഞാനിപ്പോൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉദ്ദേശിച്ചവർ പലരും കാണും. കാര്യം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ എൻ്റെ ഈ ഒരു കമൻറ്റ് പറഞ്ഞാണ്. അപ്പം ഇവരെ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു സിനിമയിലൊരു സീനെന്ന് പറഞ്ഞാൽ ഇതാണ്. ഒരു തളയെ മേക്കപ്പ് ഇടിച്ചുകൊണ്ട് വന്ന് പറ്റിക്കാൻ നോക്കുന്നു. പ്രായം കുറഞ്ഞു പോവാണല്ലോ. ഇതാണ് എനിക്ക് ഓർമ്മ വന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ഇവരിതൊക്കെ കേട്ടോ, ഇവരുടെ അഹങ്കാരം കൊണ്ടാണ് ഇവരെങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. പിന്നെ നമ്മൾ ഈ രേണു പാവമൊന്നും പറയില്ല കേട്ടോ. രേണു ഭയങ്കര റിച്ചാണ്, നിങ്ങൾക്കത് മനസ്സിലാഞ്ഞിട്ടാണ്. അത് ഇനി വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാകും.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ആദ്യം തന്നെ കിച്ചു പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോഴും ഉമാർ എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. കിച്ചു പറയുന്ന പല കാര്യങ്ങളുമാണ് ഉമാർ ഇപ്പോഴും എവിടെയൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്. കാര്യം രേണുവിൻ്റെ തന്നെയുള്ള പണിയാണ് ഉമാർ കൊടുക്കുന്നത്. രേണുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വിട്ട് കഴിഞ്ഞാൽ റിയാക്ഷൻ വീഡിയോക്കാർക്ക് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് രേണുവിനെ നാണം കെടുത്താമല്ലോ എന്നുള്ള ഉദ്ദേശമാണ് ഈ ക്യാമറയും കൊണ്ട് നടക്കുന്നത് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ രേണുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ്. സുധിച്ചേട്ടൻ്റെ ചെലവിലായിരുന്നു രേണുവിൻ്റെ ഫാമിലി ഫുള്ള് അവിടെ താമസിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞങ്ങൾ ശ്രദ്ധിച്ചിട്ട് താമസം വന്നപ്പോഴത്തേന്, അതായത് പറയുന്നത് മരിച്ച സമയത്തെ കാര്യമല്ലേ പറയുന്നത്, മരിക്ക ആ സമയത്ത് അങ്ങനെയാണോ പറയുന്നത്? അവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഫുൾ ആരും പണിക്ക് പോകില്ല നിങ്ങളുടെ വീട്ടിലെ എല്ലാ. പുള്ളി എഞ്ചിനീയർ, ചേട്ടൻ എഞ്ചിനീയറാണ്. ചേട്ടാപ്പി എഞ്ചിനീയറാണ്, AVGയിലെ എഞ്ചിനീയർ ആയിരുന്നു. ആളുടെ പപ്പ മെഡിക്കൽ കോളേജിലെ എന്തുവാ പെയിന്റിങ്ങിന്റെ ഒക്കെ കോൺട്രാക്ടർ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹം മരിച്ചപ്പം ഈ ചേട്ടാപ്പി എഞ്ചിനീയറിംഗ് ജോലി വിട്ട് ആ പെയിന്റിങ്ങിന്റെ ജോലിക്ക് മെഡിക്കൽ കോളേജിൽ പൊയ്ക്കൊണ്ടിരുന്ന മനുഷ്യനാണ്. അത് ആരാ പറഞ്ഞു ജോലിക്ക് പോകുന്നില്ലെങ്കിൽ? ആരാ പറഞ്ഞു? എൻ്റെ ചേച്ചി നേഴ്സാണ്. പിന്നെ ആരാ ജോലിക്ക്? എൻ്റെ പപ്പ സുഖമില്ലാത്തടത്തോളം ഇതുവരെ പുള്ളി അസുഖമായിട്ടും അറ്റാക്ക് വന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് പോലും പുള്ളി ജോലിക്ക് പോകുമായിരുന്നു. പിന്നെ ആരാണ് ജോലിക്ക് പോകാത്തത്? ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ വളർത്തിയത്? അതെ, തീർച്ചയായിട്ടും. ഈ ഒരു പറയുന്ന കാര്യം ഞാനിപ്പോൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ രേണു പറഞ്ഞിരുന്നു 500 രൂപയ്ക്ക് പോലും വേണ്ടി തെണ്ടിയിരുന്ന സമയങ്ങളുണ്ടെന്ന് പറഞ്ഞാണ്. 500 രൂപയ്ക്ക് പോലും. ചേച്ചി നേഴ്സ്, ചേട്ടാപ്പി എഞ്ചിനീയർ, അത് കഴിഞ്ഞ് പിന്നെ ചേട്ടാപ്പി പെയിന്റിങ്ങിന് പോകുന്ന ആൾ, പിന്നെ അച്ഛൻ വയ്യയിലും ജോലിക്ക് പോകുന്ന അച്ഛൻ, പിന്നെ സ്തുതി വർക്ക് ചെയ്യുന്നു. ഇത്രയും പേര് ആ വീട്ടിൽ ജോലി ചെയ്തിട്ട് ആ വാടക പുള്ളിക്കാരി ഇതിനകത്ത് ഞാൻ കാണിച്ചിട്ടില്ല, പറയുന്നുണ്ട് 3000 രൂപ എങ്ങാണ്ടുള്ളായിരുന്നു വാടക എന്ന് പറയുന്നുണ്ട് താമസ വീടിനെ. ആ വാടക പോലും ഇവർക്ക് കൊടുക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഇവർ എന്നതാണ് ഇവർ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്? കാര്യം വാടക പോലും കൊടുത്ത് ഇവർ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നില്ല. ആ ഒരു കൊച്ചു വീടിന് കൂടി വന്ന കറണ്ട് ബില്ലൊന്നും ഒരുപാടൊന്നും ആകാനായിട്ടില്ല. എന്നിട്ട് ഇവർ ദാരിദ്ര്യം കുറേ പറഞ്ഞായിരുന്നു ആദ്യമേ. ഇവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, ഇവരേ ഉള്ളൂ വീടിൻ്റെ കാര്യങ്ങൾ മുന്നേ. അന്ന് മുതൽ ഈ ചേട്ടാപ്പിയും കൂടെയുണ്ട്, ഈ ചേച്ചിപ്പിയും കൂടെയുണ്ട്, എല്ലാവരും കൂടെയുണ്ട്. എന്നിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടായിരുന്നതാനും 500 രൂപയ്ക്ക് പോലും ഇവർ വേണ്ടി തെണ്ടി. ഇതുപോലെ കിടന്ന് ഇവർ അവിഹിതം കാണിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ ഇവർക്ക് വന്നത് ഇവരുടെ നിവൃത്തികേട് കൊണ്ടാണെന്നും പറഞ്ഞായിരുന്നു കുറേ ഇവരുടെ മൂട് താങ്ങികൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ ജീവിച്ചോട്ടെ, അവരെ കുഞ്ഞുങ്ങളെ എങ്ങനെയും വളർത്തിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഇവർ പറയുന്നത്. അതുപോലെ തന്നെ രേണു പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് ചോദിക്കുന്നുണ്ട് വീട്ടിലെ ചിലവ് എത്ര രൂപയാകും വീട്ടിൽ ചിലവെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ കണക്കൊന്നും കൂട്ടാൻ അറിയത്തില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ കണക്കൊന്നും കൂട്ടി പറയാം, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ വലിയ ചിലവൊന്നുമില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടേച്ച് ബാക്കി കാര്യങ്ങൾ പറയും. ഇപ്പോൾ പുള്ളി പാവം പിടിച്ച കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് റേഷൻ കാർഡില്ലേ, അതിനകത്ത് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്, അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. പോയിന്റ് അധികം ഒന്നും മേടിക്കേണ്ട പൈസ കൊടുത്ത് വേണ്ടി നമുക്ക് റേഷനരിയൊക്കെ തന്നെയാണ് നമുക്കിഷ്ടം. നമുക്ക് ഏറ്റവും എനിക്ക് തന്നെ ദാരിദ്ര്യത്തിലേക്ക് ഏറ്റവും താഴ്ന്ന കാർഡ് മഞ്ഞക്കാർഡ്, അങ്ങനെ തന്നെ പറയാം. മഞ്ഞക്കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അതെല്ലാം മഞ്ഞക്കാർഡുള്ളതുകൊണ്ട് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നാണ് പറഞ്ഞത്. പഞ്ചസാരയുടെ കാര്യം ഞാൻ ഇങ്ങനെ ഈ മഞ്ഞക്കാർഡൊക്കെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു പഞ്ചസാര ഒന്നും കിട്ടുന്നില്ല, അതൊക്കെ കിട്ടാതായിട്ട് കാലങ്ങളായി. റേഷൻ കടയിൽ നിന്ന് പഞ്ചസാരയൊക്കെ കൊടുക്കാതായിട്ട് കാലങ്ങളായെന്നാണ് പറയുന്നത്. എനിക്കൊന്ന് കൊറോണ സമയത്തൊക്കെ കിറ്റ് കൊടുക്കുമായിരുന്നില്ല, ആ സമയത്തൊക്കെ പഞ്ചസാരയൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു. അല്ലാതെ റേഷൻ കടയിൽ നിന്ന് അങ്ങനെ പഞ്ചസാര കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ഇപ്പോൾ ഇവരുടെ കാർഡ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്കും ഉണ്ടായിരുന്നു റേഷൻ കാർഡിൽ മാറ്റം വരുത്തണമെന്നും പറഞ്ഞുകൊണ്ട്, കാര്യം അല്ലെങ്കിൽ അതിന് പഴയ അടയ്ക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും നല്ല ഇതായിട്ട് നല്ല ഒരുവിധ സാമ്പത്തികമായിട്ട് ജീവിക്കുന്നവരെല്ലാം ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള റേഷൻ കാർഡ് കൊണ്ടാണ് നടക്കുന്നത്. എന്നാത്തിനാണെന്ന് എനിക്കറിയാൻ മേല. ഇപ്പോൾ ഇവർ എഴുതി വെച്ച് നോക്കാമെങ്കിൽ ഇവർക്ക് കാറായി, വീടായി, പിന്നെ ഇഷ്ടം പോലെ വർക്കുകളായി, ഇത്രയുള്ള ഇവർക്ക് ആ ഒരു കാർഡിൻ്റെ ആവശ്യം വരുന്നില്ല. എന്നിട്ട് അവരവരുടെ ദാരിദ്ര്യം എടുത്ത് കാണിക്കാനാണ് അത് പറയുക. ഇതിപ്പോൾ ഇവർ എത്ര ഇത് പറഞ്ഞു വന്നിട്ടുണ്ടല്ലോ, ഇവർ ഈ റേഷൻ കാർഡിൻ്റെ കാര്യം നാട്ടുകാരെടുത്ത് പിടിക്കുകയുള്ളൂ. ഉടനെ എല്ലാവരും പറയുന്നത് അറിയോ, അവരിപ്പോഴും അങ്ങനത്തെ റേഷൻ കാർഡ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ അരി മേടിക്കുന്ന റേഷൻ കടയിലെയാണ്, മറ്റതാണ് മറിച്ചതാണ് എന്ന് പറയും. വായിലെ പല്ല് വെക്കാനായിട്ട് 4 ലക്ഷം രൂപ മുടക്കാനുണ്ട്. പിന്നെ വെളുക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കാൻ പൈസയുണ്ട്. തലമുടി ആദ്യം ഒന്ന് നീട്ടി പിടിപ്പിക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തലമുടി കട്ട് ചെയ്ത് കളഞ്ഞേച്ച് ബാക്കി ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇവർ പറയുന്നത് ഇവരുടെ കാലിന് അതൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം, അത് അന്നേരം പറയാം. കാര്യം ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ഇവർ പറയുന്നതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് പറഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ദാരിദ്ര്യക്ക് താഴെയുള്ള റേഷൻ കാർഡ് കൊണ്ടൊക്കെ ജീവിക്കുന്ന ഈ പാവം പിടിച്ച വിധവ, അങ്ങനെ വേണം പറയാനായിട്ട്, വിധവ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്ന പാവം പിടിച്ച സ്ത്രീ, അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടാൽ നമ്മുടെ ഉള്ളു തകർന്നു പോകും. ഇത് ഇത്രയും കഷ്ടപ്പെട്ടാണല്ലോ ഈ പാവം പിടിച്ച സ്ത്രീ ജീവിക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക്. പിന്നെ ഇവർ ചോദിക്കുന്നത് ഷബീന ബീബി പറഞ്ഞ ആ ഒരു കാര്യമാണ്. ഷബീന ബീബി പറഞ്ഞത് മയക്കുമരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല അവർ പറഞ്ഞത്, സ്വർണം കടത്തും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചെയ്ത് ബാലഭാസ്കറിൻ്റെ ഇതിലൊക്കെ അങ്ങനെയാണ് ഒരു വിഷയം വന്നത്. അതാണ് അവർ പറഞ്ഞത്. ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ ഇവർ കൊണ്ടുവരുന്നുണ്ടെന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അപ്പം അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരി കൊടുക്കുന്ന മറുപടി കേട്ടിച്ച് വേറൊരു കാര്യം പറയാം. രേണുവിൻ്റെ അടുത്ത്
ഇതുപോലെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്? ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഇന്നാരും എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല. ഒരു രേണുസുതി ഒരു കരിയർ അല്ല, ഒരിക്കലുമല്ല. ഇനി ആവുകയില്ല. അതിൻ്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാവത്തുമില്ല. അങ്ങനത്തെ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ഒരു പൈസ സമ്പാദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. നമുക്കിഷ്ടമുള്ള ഇത് ചെയ്താലേ, നമുക്ക് ജോലി ചെയ്താലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ ഇഷ്ടമില്ലാത്ത ഈ പണി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കേ ഞാൻ പോകത്തില്ല. ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാണ്, ആ വീഡിയോ എടുക്കുന്നവന്മാർ നിന്ന് ചിരിക്കുവാണ് രേണുവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട്. ഈ പറയുന്ന വർത്തമാനം കേട്ടിട്ട് ചിരിക്കുവാണ് ചെയ്യുന്നത് അവിടെ നിന്ന്. കാര്യം ഇവർ പറയുന്ന മുഴുവൻ നുണയാന്നുള്ളത് അവർക്കറിയാം. ഇവരങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല, എനിക്ക് അതിനുള്ള തെളിവും കാര്യങ്ങളും എൻ്റെ ഇല്ല. പക്ഷേ അവിടെ നിൽക്കുന്നവർ ആ ചിരിച്ചതിൽ വേറൊരർത്ഥമാണ് എനിക്ക് തോന്നിയത്. കാര്യം നമുക്ക് ആ ഒരു വീഡിയോ ഏതാണെന്ന് ഞാൻ പറയാം. അവരങ്ങനെ ചിരിച്ചതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നിയത്, ഏറ്റവും കൂടുതൽ വിമർശനം വന്ന ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതോടുകൂടിയും അതിൽ കുറച്ച് പിന്നെ എന്താ ആളുകളെ ആകർഷിക്കുന്ന രീതി വീഡിയോ ചെയ്തതോടുകൂടിയാണ്. അപ്പൊ അത് ആകർഷിക്കുന്ന രീതി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് ആകർഷിക്കും. ഞാൻ പറഞ്ഞു എല്ലാവരോടും ഓടി വാ, എന്നെ സബ്സ്ക്രൈബ്, ഞാൻ ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവരിപ്പോഴും വിളിക്കുന്നു. ഇപ്പൊ ഓരോ മിനിറ്റിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അങ്ങനല്ല. അതിനുശേഷമാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്നത്. അതെ അതെ. അപ്പോ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു തെറ്റായിട്ട് തോന്നുന്നു? ഒരിക്കലും ഇല്ല. പൈസ കിട്ടുന്ന തെറ്റായിട്ട് വല്ലവർക്കും തോന്നുന്നു. ജോലി ചെയ്ത് പൈസ കിട്ടുന്നത് എന്നാണ് തെറ്റാണെന്നാണ് പുള്ളിക്കാരി ചോദിച്ചത്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നതുകൊണ്ട് എന്നാ കാര്യം? പൈസയ്ക്ക് വേണ്ടി പുള്ളിക്കാരി എന്നതും ചെയ്യും എന്നുള്ളത് ഈ വീഡിയോ നല്ല വ്യക്തമാണ്. ഇവരൊക്കെ തന്നെയാണ് അവിടെയും ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളിക്കാരി ചിരിക്കുന്നത് എന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സബ്സ്ക്രൈബ് എന്നുള്ളത് ഇവർ വേറെ എന്നെ ഒരു വാക്കാണ് പറയുന്നത്. ആരോടും പറയുന്നില്ല. ഇഷ്ടമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അവരിപ്പോഴും വിളിക്കുന്നു. ഇപ്പൊ ഓരോ മിനിറ്റിനും ഇങ്ങനെ കൂടി സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമുള്ളവർ ഓടി വന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് അവർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞത്. അതിനാണ് അവിടെ നിൽക്കുന്നവർ ചിരിച്ചു, അതിനാണ് അവരും ചിരിച്ചത്. ഇതുപോലൊരു വെട്ടിത്തം പിടിച്ചൊരു പെണ്ണുപിള്ളേനുണ്ടല്ലോ. ഇത് ഈ പറയുന്ന കാര്യം ഇവർ ചോദിക്കുന്നു, ഞാൻ ആരെങ്കിലും വിളിച്ചോ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിളിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവർക്ക് ബോധമില്ലെന്ന് ഞാൻ ഓർക്കുന്നത്. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതെല്ലാം എന്നതിന് കാണിക്കുന്നത് നിങ്ങൾ ഓർക്കായിരിക്കും. കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്പോഴും കുറേ പേര് വന്നിച്ച് ഇവർ പാപമാണ്, ഇവർ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ന്യായീകരിക്കുന്ന കുറേ പേരുണ്ട്. അവർക്കും കൂടെ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യങ്ങൾ ഇടുന്നത്. ഹായ് ഹലോ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറേ നാൾ മുന്നേ ഓർത്താണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ എൻ്റെ തിരക്കായതുകൊണ്ടാണ് ഞാൻ തുടങ്ങാതിരുന്നത്. പക്ഷേ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ടൈം ഉള്ള പോലെ ഞാൻ നിങ്ങളെ കാണാനെത്തും. അതുപോലെ എക്സ്ക്ലൂസീവ് കണ്ടതൊക്കെ തരുന്നതായിരിക്കും ടൈമുള്ള പോലെ. സോ എൻ്റെ എക്സ്ക്ലൂസീവ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഒരുപാട് വൈകിയെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത്രയും സബ്സ്ക്രൈബേഴ്സ് വന്നു. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ. സോ ലവ് യു സോ മച്ച് രേണുസുതി. ബൈ. കാണാം. അത് വിളിച്ചതല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം, അവരോട് പറയണം, ഇവരോട് പറയണം. സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് അത് വിളിക്കുമല്ലേ ചെയ്തത്. ഇനിയാണ് നമ്മൾ ഇത്രയും നേരം പാവം പിടിച്ച രേണുവിനെയാണ് കണ്ടത്. ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന രേണു. അങ്ങനെ കുറേ പാവം, ഒരു സാധാരണ ദാരിദ്ര്യക്ക് താഴെയുള്ള റേഷൻ കാർഡൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാവം പിടിച്ച ഒരു വിധവ, കുഞ്ഞുങ്ങളെ വളർത്താനും വീട്ടിലുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടാനും ഇറങ്ങിയിരിക്കുന്ന ഒരു പാവം പെൺകുട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഈ പ്രാവശ്യത്തെ പോക്കോടുകൂടി പുള്ളിക്കാരി ഭയങ്കര റിച്ചായി എന്നാണ് പറയുന്നത്. റിച്ചായി. പിന്നെ മറ്റേ ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന പെയ്ഡ്, അതിനകത്ത് നല്ലപോലെ വരുമാനം കിട്ടുന്നുണ്ടെന്നുണ്ട്. അതൊക്കെ കിട്ടിയതിന് ശേഷമുള്ള പുള്ളിക്കാരുടെ കുറേ ഡയലോഗും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ പുള്ളിക്കാരി പറയുന്നൊരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇവർ ഈ പറയുന്ന കാര്യം സത്യമാണെന്നുള്ളത്. ഒന്നെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഒന്നും വാല്യൂ അറിയത്തില്ല, അതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കൊരു പറയുന്ന കേട്ടതിന് ശേഷം പറയാമേ. പൂജാമുറിയിൽ വെക്കാൻ വേണ്ടി ചോദിച്ചില്ലേ? ഇപ്പൊ ഒന്നല്ല, 2-3 പേരുണ്ട്. ഇവർ പറയുന്നത് ഇവരുടെ ആരാധിക്കുന്നവന്മാര് ഇവരോട് ചെരുപ്പ് ചോദിക്കുന്നുണ്ട്, പൂജാമുറി വെക്കാൻ, ഇവരുടെ കാലിന്റെ ഫോട്ടോ. ഈ പൂജാമുറി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാന്ന് ഇവർക്ക് അറിയാവോ? പൂജാമുറി ഇവർക്ക് നാണമുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും ഒരു വിവരമില്ലാത്തമാർ വന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇത് പബ്ലിക്ക് വന്ന് മിണ്ടാതിരുന്നു കൂടെ, ഒന്നും മൊഴിയാതിരുന്നു കൂടെ? കാര്യം എന്നാന്ന് വെച്ചാൽ പൂജാമുറി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ച് അവിടെ നമ്മൾ ആ മുറിയിൽ നമ്മൾ കുളിക്കാതെ പോലും കയറുകയില്ല. അതുപോലെയാണ് ഒരു മീനോ ഇറച്ചിയോ മുട്ടയോ കൂട്ടിയാൽ പോലും നമ്മളെ വിളക്ക് കത്തിക്കുന്നതിന് അവിടെ പോവോ. അങ്ങനെയാണ് പൂജാമുറി എന്ന് പറയുമ്പോൾ സൂക്ഷിക്കുന്നത്. അവിടെ ഇവരുടെ കാലിൻ്റെ ഫോട്ടോ വെക്കാനും ഇവിടെ ചെരുപ്പ് വെക്കാനും ഒക്കെ ആയിട്ട് അവന്മാർ ചോദിച്ചെന്ന്. ഇത് വെറുതെ ഇവർ പറയുന്നതാണ്. ഇവർക്ക് ഇതിൻ്റെ അർത്ഥമോ കാര്യങ്ങളോ, ഇവർക്ക് അല്ലെങ്കിൽ ഒരു മതത്തിനെ പറ്റി ഇവർക്ക് ഒരു പിണ്ണാക്കും അറിയാൻ മേല, ഒരു വിശ്വാസങ്ങളെയും പറ്റി ഇവർക്ക് അറിയാൻ മേല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കല്ലറ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഓരോ വർഷം
ഈ കല്ലറയിൽ പ്രാർത്ഥിച്ചേച്ച് അന്നത്തെ ദിവസം വീടുകളിൽ വരുമ്പം ഒരു മൂകതയായിരിക്കുക വീട്ടിൽ. കാര്യം ആ ആളുടെ ഒരു ഓർമ്മ ദിവസമാണത്. അതുപോലെ തന്നെ അത് എത്ര വർഷം കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇപ്പം മിക്കവരും കാണിക്കുന്നത് ആ സമയത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് അവർക്ക് ആഹാരം കൊടുക്കുക അന്നൊരു ദിവസം. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും കാണിക്കുന്നത് അനാഥാലയങ്ങളോ എവിടെയെങ്കിലും കൊണ്ട് പൈസ കൊടുക്കുക, അവരുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വരിക, അതാണ് ചെയ്യുന്നത്. പുള്ളിക്കാരി പറഞ്ഞ് ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ആചാരങ്ങളൊക്കെ പുള്ളിക്കാരി പറയുന്നത്. അതുപോലെ ക്രിസ്ത്യാനികൾ കള്ളുകൂടിയമായി ഇതൊക്കെയാണ് പുള്ളിക്കാരുടെ ഒരു മൈൻഡ്. ഇവർ പൂജാമുറി ചെരുപ്പ് വെക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഇവളൊക്കെ എവിടുന്ന് വരുന്നത് ഇവൾക്ക് എനിക്കറിയാമല്ലോ. ഇവൾക്ക് എന്നതോ ഒരു പ്രശ്നമുണ്ട്, അത് എന്നതാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. പിന്നെ ഇനി പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരുടെ ചെരുപ്പിനെ പറ്റിയാണ്. ചെരുപ്പ് ആ ചെരുപ്പൊക്കെ 35,000 രൂപ വിലയുണ്ടെന്നാണ് പറയുന്നത് ചെരുപ്പിന്. ആ ചെരുപ്പ് ഈ ഒരു വർക്കിന് വേണ്ടി മേടിച്ചതെന്നാണ് പറയുന്നത്. അത് ഇവർ കാണിച്ചു കൊടുത്ത ചെരുപ്പ് ഈ വർക്കിന് വേണ്ടി അവർ വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. ഇനി 35,000 നുണച്ചി എന്ന് പറഞ്ഞാൽ മതില്ല. ഈ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ജാസിയും ഈ രേണുവാണ്. ഇവർ രണ്ടുപേരാണ് പച്ച കള്ളമേ പറയത്തുള്ളൂ. അത് കേൾക്കുന്നവർക്കറിയാം അത് പൊട്ടത്തരവാ പറയുന്നത്. എന്നാലും ഉണ്ടല്ലോ ഒരു ഉളുപ്പും ഇല്ലാതെ വന്നിരുന്ന നുണ പറയും. ഇത് എവിടെ നിന്നിരിക്കുന്നത്? ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപയാണ്. 35,000 രൂപ ചെരുപ്പ്. ഇടുമ്പോ മിനിമം അത്രയൊക്കെ ഇടണ്ടേ? ഇപ്പം ആരെങ്കിലും പൊതുവെ കോസ്റ്റ്ലി ആണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും രേണുസുതി ഇടുമ്പം അത്രയൊക്കെ വിലയുള്ള ചെരുപ്പ് ഇടേണ്ടതെന്ന്. പിന്നെ ഇതിൻ്റെ ഇവർ ചോദിക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഈ വിലയ്ക്ക് ഈ ചെരുപ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് മേടിച്ചതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട് പുറത്തുനിന്നാണോ എവിടെ നിന്നാണോ നമുക്ക് അറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഈ ചെരുപ്പ് മേടിച്ചതെന്നും ഒക്കെ പറയുന്നുണ്ട്. ഓരോ ഇതിനതില്ല വേറെ ഇവർ കട്ട് ചെയ്താണ് ഓരോ വീഡിയോസ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അങ്ങോട്ട് തുറന്ന് കയറാൻ പറ്റത്തില്ല. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനകത്ത് പറയുന്നുണ്ട് ഇവൾ കാണിച്ചു കൊടുത്തെടുത്താന്നും വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് മേടിച്ചതാണോ എന്നൊന്നും പോലും അറിയത്തില്ലെന്ന്. അതുപോലെ രേണുസുതിക്ക് ഇത്രയും വിലയുള്ള ചെരുപ്പൊക്കെ ഇനി ഇടുവുള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. രേണുസുതി ഇടുമ്പം മിനിമം അത്രയൊക്കെയുള്ള വിലയുടെ ചെരുപ്പ് ഇടണ്ടേന്ന് ഒരു മിനിമമാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ചെരുപ്പ് ആമസോണിലുണ്ട്. പുള്ളിക്കാരിയുടെ വെളിരാജ്യം എന്ന് പറയുന്നത് ആമസോണാണ്. ആമസോണിൽ ഈ ഒരു ചെരുപ്പുണ്ട്. ഈ ഒരു ചെരുപ്പിൻ്റെ ഫോട്ടോ സഹിതം ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെക്കാം കേട്ടോ. 795 രൂപയാണ് ഈ ചെരുപ്പിൻ്റെ വില. ഇതേ സെയിം ചെരുപ്പ്, ഇതേ സാധനം തന്നെ 795 രൂപയുള്ളൂ ഈ ചെരുപ്പിൻ്റെ വില. പുള്ളിക്കാരി ഓർത്ത് കാണും ഇതാർക്കും കിട്ടിയത്. ഇത് പക്ഷേ എനിക്ക് കിട്ടിയത് ഞാൻ കയറി തപ്പിയതൊന്നുമില്ല കേട്ടോ. ഇവരിട്ടൊരു വീഡിയോയ്ക്കകത്ത് തന്നെ ഇട്ടൊരു വീഡിയോയ്ക്കകത്ത് തന്നെ താഴെ കമൻറ്റിൽ അത് ഈ കമൻറ്റ് ഇട്ടവർ പിൻ ചെയ്താണ്. കുറേ പേര് അതിട്ടിട്ടുണ്ട് ആമസോണിൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം അതിൻ്റെ 795 രൂപയുടെ ചെരുപ്പാണ് പുള്ളിക്കാരി പറയുന്നത് ഈ വില. ഏത് 35,000 രൂപ വിലയുള്ള ചെരുപ്പാണെന്ന് പറയുന്നത്. അതാ പറഞ്ഞത് പുള്ളിക്കാരി ഇപ്പോൾ ഭയങ്കര റിച്ചാണ്. ഇത്രയും റിച്ച് ആയിട്ടുള്ള ഈ പുള്ളിക്കാരി ഇനി ആരും കഷ്ടപ്പെടാൻ ഇറങ്ങുന്ന വിധവയെന്ന് പറഞ്ഞ് ആരും ഇനി സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. കാര്യം ഇത്രയും റിച്ചായ ഇവരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവരെ ഇനി തരം താക്കരുത്. ഇതിനകത്ത് പുള്ളിക്കാരി വന്നേച്ച് മദ്യത്തെ പറ്റിയാണ് പറയുന്നത്. മദ്യപാനത്തെ പറ്റി പുള്ളിക്കാരി മദ്യപിക്കുന്നത്. ഞാൻ എൻ്റെ അകത്ത് മദ്യത്തിന് ഒരിക്കലും ഇതായിട്ട് പറയുന്നില്ല. കാര്യം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് അത് മനുഷ്യൻ്റെ ശരീരത്തിന് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. അപ്പം ഈ ഒരു മദ്യപാനത്തെ പറ്റിയാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി മദ്യപിക്കുന്ന സമയങ്ങൾ, പുള്ളിക്കാരി കുടിക്കുന്ന കുപ്പിയുടെ പേര്, അതൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഇതാണ്. പുള്ളിക്കാരി എനിക്ക് ഇതൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഭയങ്കര അഭിമാനത്തോടു കൂടെ അവർ പാവമല്ലേ, പാവം പിടിച്ച പെങ്കൊച്ചല്ലേ, ആ കൊച്ചു മേടിക്കുന്ന കുപ്പിയുടെ പേര് കേട്ടാൽ പാവം പിടിച്ചെന്ന് തന്നെ പറയും. പുള്ളിക്കാരിക്ക് അവിടുന്ന് കുപ്പി ഒന്നും കൂടെ എനിക്കിത് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. രേണു തന്നെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. പാക്കിംഗ് ഒക്കെ നടന്നു. എന്നാലും ഇവർ 2-ാം തീയതി തിരിച്ചു വരും എന്നുള്ള ഇവർക്ക് ഉറപ്പായിട്ട് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരത് പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കി തന്നെയല്ലേ വെക്കുന്നത്. പിന്നെ ഇവർക്ക് എന്ത് പറ്റി, പാക്കിങ് മൊത്തം നടന്നില്ല, കൊണ്ടുവരാൻ പറ്റിയില്ല. പല കാരണങ്ങളാണ് പുള്ളിക്കാരി പറയുന്നത്. കൊണ്ടുപോയ ഒരു പെട്ടി തിരിച്ച് കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ ഇത് വാ തുറന്ന നുണയെ പറയത്തുള്ളൂ. അതുകൊണ്ട് ഇവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പം മദ്യത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ കേൾക്കുക, ഈ എത്ര മദ്യപിക്കുന്നവരാണെങ്കിലും ഇതുപോലെ കുപ്പിയുടെ പേര് പറഞ്ഞ് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു മൂഡൊന്നും ഇല്ല. എല്ലാ ദിവസവും വെള്ളം അടിക്കണം അങ്ങനത്തെ ഒരാളല്ല ഞാൻ. എല്ലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, എല്ലാ ദിവസവും മൈൻഡ് ഓക്കെ അല്ലെന്നല്ല, മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ, സാധാരണ എല്ലാവരും മൈൻഡ് ഓക്കെ അല്ലെങ്കിലാണ് കഴിക്കാറ്. ഞാൻ മൈൻഡ് ഹാപ്പി ആണെങ്കിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. ഇവർ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ കഴിക്കുകയല്ല, ഹാപ്പി ആണെങ്കിൽ മാത്രം. ഇവർ എപ്പോഴും ഹാപ്പി ആണല്ലോ, അപ്പോൾ എപ്പോഴും കൂടിയാണെന്ന് അതിൻ്റെ അർത്ഥം. അവർ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ എപ്പോഴും മൂഡ് ഓഫ് അല്ല, അപ്പോൾ എപ്പോഴും ഹാപ്പിയാണ്, അപ്പോൾ എപ്പോഴും കള്ളുകൂടിയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് പുള്ളിക്കാരി വന്നേച്ച് സമൂഹത്തിന് കൊടുക്കുന്ന ഗുണങ്ങൾ. കാര്യം ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ലോ, രേണുവിനെ വ്യക്തി ജീവിക്കുന്നു, രേണുവിനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നത്. നിങ്ങളൊന്ന് കേൾക്കുക. ഇതൊക്കെയാണ് സമൂഹത്തിന് തരുന്ന നന്മകൾ. മറ്റുള്ളവർ പറയുന്നതിനേ കുഴപ്പമുള്ളൂ, ഇവർ കാണിക്കുന്നതിന് കുഴപ്പമില്ല. സ്മിർനോഫ് ഇത്തവണ, പിന്നെ അബ്സല്യൂട്ട് സ്മിർനോഫ്. ഓക്കെ, നമ്മുടെ അവിടെ റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണല്ലോ എങ്ങനെ വെച്ച് എന്റെ മോട്ട് അവിടെ സാധനം കിട്ടില്ലേ രേണുള്ളത്? കിട്ടും, റൂമിൽ കിട്ടും. റൂമിൽ ഞാൻ പറയാം, ഗിഫ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ല. ഇത്തവണ പെട്ടെന്ന് വന്നോണ്ട് എനിക്ക് എടുത്താണ് ഞാൻ ഇറങ്ങിയപ്പം. എന്താ വെച്ചാല് ഇത്തവണ ഞാൻ പോയി റാസൽ ഗെയിമിലാണ് റാക്ക്. അപ്പൊ അവിടുന്ന്
അബുദാബിയിലായിരുന്നു. അബുദാബി ഫ്ലൈറ്റാ, 4 മണിക്കൂർ കാറിൽ തന്നെ പോകണം. അപ്പം അത് ചെന്നിട്ടായിരുന്നു നമുക്ക് ടെൻഷനായിരുന്നു, ഫ്ലൈറ്റ് ക്യാൻസൽ ആവോ ഇല്ലയോ എന്നുള്ള ആദ്യ വേദന എടുത്തിട്ടാണ് ഓടിപ്പോയത്. അതുകൊണ്ടൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. മദ്യക്കുപ്പി കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ സിറ്റുവേഷനാണ് പുള്ളിക്കാരി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. അല്ലാതെ ഒരു മെഡിസിൻ കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ വിഷമമല്ല, മദ്യക്കുപ്പി കൊണ്ടുവരാൻ പറ്റാത്തതിൻ്റെ വിഷമമാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി തന്നെ പറയുന്നത് കേട്ടോ, കുപ്പിയുടെ പേര് പറയുന്നത് കേട്ടല്ലോ. അതുപോലെ തന്നെ പുള്ളിക്കാരി പറയുന്നത് കേട്ടോ, റൂമിൽ കിട്ടുമെന്ന്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ മനുഷ്യർ വേണ്ടാതീനമായിട്ട് നിങ്ങളെ പറയുന്നത്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ, അല്ലാതെ അവിടെ വന്ന് ആരും ഒളിക്കാമറ വെച്ച് പിടിച്ച കാര്യങ്ങളല്ല ഈ പറയുന്നത്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കൂടെ ചിന്തിക്കുക, ഇവർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ ആരും ഇവരുടെ അടുക്കളയ്ക്കകത്ത് പോയി എടുക്കുന്ന വീഡിയോസ് അല്ല റിയാക്ഷൻ മീഡിയക്കാർ പറയുന്നത്. ഇവർ തന്നെ ഇതൊക്കെയാണ് ഇവർ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നത്. ഒരു പിന്നെ സമൂഹത്തിന് കൊടുക്കുന്ന ഗുണങ്ങൾ ഇതാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇന്ന കുപ്പികൾ മേടിച്ച് കഴിക്കണം എന്നൊക്കെയാണ്. ആ കൂടെ അവിഹിതവും തുണി പറിച്ച് അഴിഞ്ഞ അടുകലും ആണ് പിന്നെ കാണിക്കുന്നത്. ഇതൊക്കെയാണ് ഇവർ കൊടുക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ആ ഒരു ചിലർ വന്നേച്ചങ്ങ് പുകഴ്ത്തുന്ന കേട്ടാലുണ്ടല്ലോ, അവരോടും കൂടെ നമുക്കങ്ങ് അറപ്പായിപ്പോ ഈ സാധനത്തിനൊക്കെ പുകഴ്ത്തുന്ന കേട്ടാൽ. പിന്നെ പുതിയ നായകനാണ് ഇപ്പോൾ വന്നേക്കുന്നത്. എന്നതാന്ന് പറഞ്ഞാലും ഇവളൊരു അഹങ്കാരി തന്നെയാണ്. തന്നെയല്ല, നന്ദി ഇല്ലാത്തവളൊന്നും കൂടെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. അഹങ്കാരി എന്ന് മാത്രമല്ല, നന്ദി ഇല്ലാത്തവളൊന്നും കൂടെ വേണം ഇവളെ വിളിക്കാനായിട്ട്. അത് നേരത്തെ മുതൽ ഇവിടെ പല പ്രവൃത്തിയിലും കണ്ടിട്ടുണ്ട്. ഇവിടെ നന്ദിയില്ലായ്മ ഇവിടെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കേൾക്കണേ നിങ്ങളെ. എന്ത് വേണേലും ചെയ്യും, ഏത് വിഷയം കൊടുത്താലും ചെയ്യും. പക്ഷേ നായകനാവാൻ ആളെ തപ്പിയിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ചെയ്യാൻ ദാസനൊന്നും പോലെ ഇത് ദാസന് പറ്റൂല. അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ ദാസനെ കൊണ്ട് പറ്റുകയില്ല. ദാസപ്പനെയാണ് പറഞ്ഞത്. ദാസപ്പൻ അപ്പോൾ ഒരു നടനല്ല. അതുകൊണ്ടാണ് നിങ്ങളെ അങ്ങനെ പറഞ്ഞത്. ഒരു നടൻ എന്ന് പറഞ്ഞാൽ ഏത് വേഷവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം നടൻ. അപ്പോൾ ദാസപ്പൻ നടനല്ല എന്നാണ്. അത് കേട്ട് അവിടെ ഒരു ഇളി കേട്ടോ. ദാസപ്പനെങ്ങും പറ്റത്തില്ല. പുള്ളിക്കാർക്ക് ഇങ്ങനെ മാറി മാറി കൈകൾ കിടന്ന് കുന്തളിക്കണം. അതാണ് പുള്ളിക്കാരുടെ ഉദ്ദേശം. ദാസപ്പൻ എന്നാ കുഴപ്പം, പൊക്കെടുത്ത് എറിഞ്ഞേച്ച് കൈ തന്നെ പിടിക്കുന്നുണ്ടല്ലോ. അതൊന്നും പോരെ ദാസപ്പൻ ചെയ്യുന്നത്. ദാസപ്പനെ ഇങ്ങനെ മോശക്കാരനാക്കല്ലേ കേട്ടോ. ദാസപ്പൻ ആ ഷാപ്പിൽ കിടന്ന് എന്നായാലും കുന്തളിപ്പാണ് കാണിച്ചേക്കുന്നത് നിങ്ങളൊക്കെ കണ്ടതല്ലേ. അത് ഇവൻ കണ്ടു കാണുകയല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവന് ദാസപ്പൻ മോശക്കാരനായത്. എന്നതാണേലും കൂടെ അഭിനയിക്കുന്നവരെ പോലും തരം താക്കുമ്പം അത് കേട്ട് ആസ്വദിക്കുന്ന മഹാവ്യക്തിയാണ് രേണു കുണ. നല്ല ഭാഷയാണ് എനിക്ക് വായി വരുന്നത്. അതാണ് രേണുകുണി എന്ന് പറയുന്ന സാധനം. കൂടെയുള്ളവരെ തന്നെ അപമാനിക്കുമ്പം അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവളാണിത്. ഇവക്ക് ഇവിടെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ നിലനിൽപ്പിന് വേണ്ടി ഇവള് ബാക്കി ചുറ്റിനുള്ള എല്ലാവരും ഇവിടെ തള്ളിക്കളയും. അതായത് ഇവിടെ അപ്പനെയും അമ്മയും ഇവിടെ അവൾ ജന്മം കൊടുത്ത കുഞ്ഞിനെ പോലും ഇവിടെ തള്ളിക്കളയും. ഇവിടെ ആ ഒരു നിലനിൽപ്പിന് വേണ്ടി. അതാണ് ഇവള് സാധനം. അല്ലാതെ ഇവളൊരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, കുടുംബം നോക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് ഒന്നുമല്ല. ഇവളുടെ തോന്നിവാസങ്ങൾ ഒരു വശത്തോടെ നടക്കുകയും ചെയ്യും. ഇവക്ക് കൈ നിറയെ പണവും കിട്ടും. ഇതാണ് ഇവളുടെ ലക്ഷ്യം. പിന്നെ ഇപ്പം അവർ ചോദിക്കുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ഇപ്പം നല്ലപോലെ പൈസ ആയിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ആൾക്കാർ ഇപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കയറിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് എന്നാ ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഈ കോടീശ്വരി പറഞ്ഞ കാര്യം ദാരിദ്ര്യയ്ക്ക് താഴെ റേഷൻ കാർഡ് ഉപയോഗിക്കുന്ന പാമ്പിടിച്ച കോടീശ്വരി, വേദനിക്കുന്ന കോടീശ്വരി പറഞ്ഞതാണ്. അത് അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതല്ലാണ്ട് കുറച്ച് പൈസ അവരുടെ കൊടുത്തിട്ട് പറയും ഇത് അവർക്ക് ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറയും. ഇപ്പോൾ കുന്തം കൊടുക്കും. ഒന്നും ഇവൾ കൊടുക്കുകയില്ല. ഇവൾ ഓരോ അനാഥാലയത്തിന് ഒരു നയ പൈസ ഇവൾ കൊടുക്കുകയില്ല. കാര്യം ഇവളുടെ ആവശ്യങ്ങൾക്ക് പോലും ഈ അഴിഞ്ഞാട്ടത്തിന് പൈസ തികയുന്നില്ല. പിന്നെ എങ്ങനെ ഇവൾ വല്ലവർക്കും കൊടുക്കും? ഒരു അനാഥാലയത്തിനൊക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അതിന് മനസ്സ് വേണം. ഇത് വെറുതെ പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ഇവളോട് തന്നെ ചോദിക്കാം, രേണു അന്ന് പറഞ്ഞ കാര്യം ചെയ്തോന്ന് ചോദിച്ചാൽ ഇവളോട് ചെയ്തെന്ന് പറയും. പക്ഷേ ഈ കൊച്ചുകാലത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരെ, പേര് പറയാതിരുന്നാൽ പോരെ. സ്ഥാപനത്തിൻ്റെ പേര് പറയാതെ, പേര് പറഞ്ഞാലല്ലേ ഉള്ളൂ അവർ ചോദിക്കുന്നത് എപ്പോൾ ഞങ്ങൾക്ക് തന്നു എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത് ഒരു സിമ്പതിക്ക് വേണ്ടി പറയുന്നതാണ്. കാര്യം രേണുവിൻ്റെ മനസ്സ് കണ്ടോ, അയ്യോ ആ കൊച്ചിൻ്റെ മനസ്സിലെ ആ ഒരു നന്മ കണ്ടോ എന്ന് ഇനി പറഞ്ഞുകൊണ്ട് കുറേ മൂടുതാങ്ങികൾ വരും. ഇവരെ ആ സപ്പോർട്ട് ചെയ്ത് വെളുപ്പിക്കാൻ നടക്കുന്ന ടീംസ് തന്നെ ഇപ്പം തന്നെ വരും. വെളുപ്പിക്കാൻ നടക്കുന്ന ടീംസ് തന്നെ വന്നിച്ച് പറയും, നിങ്ങൾ കണ്ടോ രേണുവിൻ്റെ മനസ്സ് കണ്ടോ, പാവങ്ങളെ സഹായിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെ ആ പാവങ്ങളെ സഹായിക്കുന്ന പൈസ അത്രയ്ക്ക് വിശാല മനസ്സാണെങ്കിൽ ആ വാടകക്കാശം തിരിച്ചു കൊടുത്തുകൂടെ ഇനിയേലും? ഇപ്പം ഇങ്ങനെ ഇഷ്ടം പോലെ പൈസയായല്ലോ, ആ മനുഷ്യൻ്റെ കൊണ്ട് വെച്ച് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പൈസ ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാമല്ലോ. ഇന്നാ ചേട്ടാ അന്ന് എനിക്ക് നിവൃത്തിയില്ലായിരുന്നു, ഇന്നിപ്പോൾ എനിക്ക് തരാനുള്ള നിവൃത്തിയുണ്ട് എന്ന് പറയാം. പലരും ഇവരുടെ കമൻറ്റിൽ വന്നിച്ച് പറയുന്നത് കണ്ടു. നിഷ എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. നിഷയുടെ അമ്മയുടെ അവസ്ഥ വരും. നിഷ എന്നാന്ന് തോന്നിയിട്ട് എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഇനി അത് പറഞ്ഞ് എന്നെ ആരും പൊക്കാലിടാൻ വരണ്ട, ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി തരാം. നിഷയുടെ അമ്മ ഈ ഇടയ്ക്ക് മരിച്ച് അവർ ഇതുപോലെയായിരുന്നു. കയ്യിൽ അവരെല്ലാവരും പറഞ്ഞു അവർ ഒരുപാട് അനുഭവിച്ചെടുത്ത്. അവരുടെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ ചില പെങ്കുച്ച് മരിച്ചതിൻ്റെ പൈസ കുറച്ച് കൈ കെട്ടിയപ്പോഴത്തേക്ക് ആ പൈസയും കൊണ്ട് ഇവർ പോയി കുറേ മുസ്ലിംസൊക്കെ താമസിക്കുന്നത്, ഇവർ നേരത്തെ താമസിച്ചിടാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉമ്മയ്ക്ക് പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ബാഗിൽ നിന്ന് കെട്ടെടുത്ത് അതിൽ നിന്ന് എണ്ണി അവർക്കൊക്കെ വീതിച്ച് കൊടുക്കുന്നേ കണ്ട്. പിന്നെ ഓരോ കാര്യം ഇവർക്ക് തുണി കഴുകാൻ മേലാത്തതിന് ഇവർ അലക്കുകാരെ, അന്നവർക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അലക്കാരെ കൊടുക്കുന്നു. അതിനാണ് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയെന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ആ സമയത്ത് കുറേ കിടന്ന് കളിച്ച് ലാസ്റ്റ് അവർ ഗതി എന്നതായിരുന്നു. മകളും നോക്കിയില്ല, പേരുവഴിയിലായിരുന്നു. അവർക്ക് ഒരു ഇതുമില്ലാത്തൊരു അവസ്ഥയായിപ്പോയി അവസാനം.
അവർ തന്നെ വരുത്തി വെച്ചാണ് അവർ പലരും കൊണ്ട് പരാതി കൊടുത്തിട്ട് ഇവർക്ക് ഈ കൊടുക്കുന്ന പൈസ കൊണ്ട് ഇവർ ദൂർത്തടിച്ച് നടക്കുകയെന്ന് പറയും. ഇവർക്ക് ജീവിക്കാൻ വേണ്ടി കൊടുത്ത പൈസയാണത്. ആ പെങ്കൊച്ചിൻ്റെ ഒരു മകളുടെ മരണം വിറ്റ് കിട്ടിയ പൈസയാണ്. ആ പൈസ അവർ ദൂർത്തടിക്കുന്ന പോലെ ആയിരുന്നു കിടന്നത്. അവരിപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് നന്മമരമാക്കി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് അവർ ചെയ്ത തെറ്റല്ലാതായി മാറുന്നില്ല. അങ്ങനെ അവർ കാണിച്ചാണ് അവരുടെ കയ്യിലെ പൈസ മുഴുവൻ തീർന്നത്. പിന്നെ അവർക്ക് അതിൽ നിന്ന് സർക്കാരിൽ നിന്ന് ഒന്നും ഒരിടത്തുനിന്നും ഒരു സഹായം കിട്ടാതായത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാവം അവൾ കിട്ടുന്നതിൻ്റെ അംശം ഈ ഡ്രസ്സ് ഊരി കാണിക്കുന്ന പൈസ എന്നാണ് ആ കുഞ്ഞുങ്ങൾക്ക് പോലും ദഹിക്കുകയില്ല കൊണ്ട് അനാഥാലയത്തിൽ കൊടുത്തവളെ. സത്യം പറയാം, കാര്യം വല്ല വീട്ടിലും പാപിടിച്ച വീട്ടിൽ അരിമടിക്കാൻ വെക്കുന്ന പൈസയാണത്. ആ അരിമടിക്കാൻ വെക്കുന്ന പൈസയാണ് ഇവിടെ ഇതിലേക്ക് പോയേക്കുന്നത്. അതുകൊണ്ട് ഈ അനാഥാലയത്തിൽ കൊടുത്താൽ കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദഹിക്കുമോ? ഇവിടെ ഇവർക്ക് ഈ ഇത് കാണാൻ വേണ്ടി, ഇവിടെ ശരീരഭാഗങ്ങൾ കാണാൻ വേണ്ടി ഓരോ ആണുങ്ങൾ അതിനകത്ത് പെയ്ഡ് ചെയ്ത് കയറുന്ന പൈസയാണത്. ഇവിടെ വലിയ അഭിമാനത്തോട് പറയുന്നുണ്ടല്ലോ, എന്നെ വിറ്റ് യൂട്യൂബുകാർ ജീവിക്കുന്നത്. നിന്നെ വിറ്റല്ല, നീ എൻ്റെ ഒരു വീഡിയോ കയറി പോകുന്നുണ്ടെങ്കിൽ നിന്നെ അത്രയും മനുഷ്യർ വെറുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണത്. അല്ലാതെ നിന്നെ വിറ്റ് തിന്നുക എന്നല്ല അതിൻ്റെ അർത്ഥം. നിന്നെ വിറ്റ് തിന്നുക എന്നുള്ള കാര്യമേ അല്ല അതിൻ്റെ അർത്ഥം. ഏക്കാലും ഈ റിയാക്ഷൻ വീഡിയോ നീ കാണിക്കുന്ന പരിപാടിയേക്കാളും നല്ല അന്തസ്സുള്ള പരിപാടി തന്നെയാണ്. നല്ല കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരി ഒന്ന് കമൻറ്റ് ഇട്ടപ്പോൾ ഞാൻ അതേ രീതിക്ക് തന്നെ മറുപടി കൊടുത്തു. പിന്നെ പെയ്ഡ് ചെയ്ത് കാണിക്കുന്ന പരിപാടി നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ആ പുള്ളിക്കാരി വഴിക്ക് കണ്ടിട്ടേ ഇല്ല. അതാ പറഞ്ഞു, ഇവർക്ക് അനുകൂലമായിട്ട് കമൻറ്റ് ഇടാൻ വരുന്നവർ നാണം കെട്ട് പോകത്തേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക, ഹൈപ്പും ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.